നമസ്കാരം. പ്രധാന വാർത്തകൾ. തലശ്ശേരി നഗരമധ്യത്തിലെ തീപിടുത്തം. വ്യാപാര സ്ഥാപനത്തിന് 5 ലക്ഷം രൂപയുടെ നഷ്ടം. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ചും അന്വേഷണം. പാനൂർ ആശുപത്രിയിൽ നിന്നും രോഗിയായ യുവാവിന് മരുന്ന് മാറി നൽകിയതായി പരാതി. പ്രമേഹ രോഗത്തിന് നൽകിയ മരുന്ന് മാറിയതായാണ് പരാതി. തലശ്ശേരി നഗരമധ്യത്തിൽ തണൽമരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടിവീണ് കട തകർന്നു. ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. SDPIക്കെതിരെ ജനകീയ പ്രതിഷേധം തീർക്കാൻ BJP. 31-ന് കലക്ട്രേറ്റിലേക്ക് മാർച്ച്. വാർത്തകൾ വിശദമായി. തലശ്ശേരി നഗരമധ്യത്തിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ അഗ്നിബാധയുണ്ടായ സംഭവത്തിൽ 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഫയർഫോഴ്സ് അധികൃതർ. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ചും ഫയർഫോഴ്സ് KSEB അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടാണ് OV റോഡിലെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത്. തലശ്ശേരി നഗരത്തിൽ വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ച് സാധന സാമഗ്രികൾ കത്തിനശിച്ച സംഭവത്തിൽ 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് OV റോഡിലെ പരവതാനി എന്ന കടയിൽ വൻ അഗ്നിബാധയുണ്ടായത്. കിടക്ക, ഉന്നം, ടാർപ്പായ, കയറുൽപ്പന്നങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവയുടെ മൊത്ത ചില്ലറ വിൽപ്പന സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തം വൻ ദുരന്തത്തിന് തന്നെ കാരണമാകുമായിരുന്നു. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. എന്നാൽ തീ സമീപ കെട്ടിടങ്ങളിലേക്ക് പടരാതെ നിയന്ത്രിക്കാൻ അഗ്നിശമന സേനയ്ക്ക് സാധിച്ചതാണ് വലിയ അപകടം ഒഴിവാക്കിയത്. തലശ്ശേരി അഗ്നിശമന സേനയുടെ 2 യൂണിറ്റുകൾക്ക് പുറമെ പാനൂർ, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകളും രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്ത് എത്തിയിരുന്നു. ഇവരുടെ കഠിന ശ്രമഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും യഥാർത്ഥ കാരണം ഇതുതന്നെയാണോ എന്ന് KSEBയും ഫയർഫോഴ്സും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് സ്ഥാപനോടമകൾ അറിയിച്ചിട്ടുള്ളത്. തലശ്ശേരി നഗരമധ്യത്തിൽ തണൽമരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടിവീണ് വ്യാപാര സ്ഥാപനത്തിന് കേടുപാട് സംഭവിച്ചു. പഴയ സ്റ്റാൻഡിലെ പഴം പച്ചക്കറി സ്റ്റാളിന് മുകളിലാണ് രാവിലെ 10 മണിയോടെ മരം പൊട്ടിവീണത്. ശബ്ദം കേട്ട് സ്ഥാപനത്തിലെ ജീവനക്കാരും സാധനങ്ങൾ വാങ്ങാനെത്തിയവരും പുറത്തേക്കോടിയതിനാൽ ദുരന്തമൊഴിവായി. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ ട്രാഫിക് സ്റ്റേഷന് പിറകിലെ സഹകരണ പഴം പച്ചക്കറി സ്റ്റാളിന് മുകളിലാണ് സമീപത്തെ തണൽമരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടിവീണത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. മരം പൊട്ടി വീഴുന്ന ശബ്ദം കേട്ട് സ്ഥാപനത്തിലെ ജീവനക്കാരും സാധനം വാങ്ങാനെത്തിയവരും പുറത്തേക്കോടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്ഥാപനത്തിന്റെ ആസ്ബസ്റ്റോസ് ഷീറ്റുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മരം വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗത തടസ്സം നീക്കിയത്. ഗുഡ്സ് ഓട്ടോകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് മരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടി വീണത്. എന്നാൽ മരം വീഴുന്ന സമയത്ത് ഗുഡ്സ് വാഹനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. പാനൂർ ആശുപത്രിയിൽ നിന്നും രോഗിയായ യുവാവിന് മരുന്ന് മാറി നൽകിയതായി പരാതി. 5 ദിവസം മുൻപ് ആശുപത്രിയിൽ പ്രമേഹ രോഗത്തിന് ചികിത്സ തേടിയെത്തി പാനൂർ ആശുപത്രിയിൽ നിന്നും രോഗിയായ യുവാവിന് മരുന്ന് മാറി നൽകിയതായി പരാതി. 5 ദിവസം മുൻപ് ആശുപത്രിയിൽ പ്രമേഹ രോഗത്തിന് ചികിത്സ തേടിയെത്തിയപ്പോൾ ലഭിച്ച മരുന്നാണ് മാറിയതായി പരാതി ഉയർന്നത്. രാവിലെ മുതൽ ശരീരമാസകലം വിറയൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാനൂരിനടുത്ത പുത്തൂർ സ്വദേശിയായ സജു വീണ്ടും ആശുപത്രിയിൽ എത്തുകയായിരുന്നു. കൊടൈക്കനാലിൽ ജോലി നോക്കുന്ന പാനൂരിനടുത്ത പുത്തൂർ സ്വദേശിയായ മൊട്ടമേൽ സജു കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത്. പ്രമേഹ രോഗത്തിന് ചികിത്സ തേടി ഇക്കഴിഞ്ഞ 19-ന് പാനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തുകയും ചെയ്തിരുന്നു. ഡോക്ടർ കുറിച്ചു നൽകിയ പ്രമേഹ രോഗത്തിനുള്ള മരുന്നിന് പകരം ഫാർമസിയിൽ നിന്നും രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് മാറി നൽകിയെന്നാണ് പരാതി. ഇതറിയാതെ 4 ദിവസവും ഗുളിക കഴിക്കുകയും ചെയ്തിരുന്നു. രാവിലെ മുതൽ ശരീരമാസകലം വിറയൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. വരുന്ന വഴിയിൽ പാനൂരിലെ മെഡിക്കൽ ഷോപ്പിൽ ഷീട്ടും മരുന്നും കാട്ടിയപ്പോഴാണ് മരുന്ന് മാറിയ വിവരം അറിഞ്ഞതെന്ന് സജു പറഞ്ഞു. ഷുഗറിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു. ഷുഗറിന് കാണിച്ച ഗുളിക തന്നത് പ്രഷറിന്റെ ഗുളിക. അപ്പോൾ അത് കഴിച്ച് ശാരീരികമായ ഇതായി. അപ്പോൾ അവർ മെഡിക്കൽ ഷോപ്പിൽ ഇവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ ഫാർമസി ജീവനക്കാർ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇക്കാര്യത്തിൽ തീരുമാനമാകാതെ മരുന്ന് നൽകാൻ പാടില്ലെന്ന നിലപാട് സജു കൈക്കൊണ്ടതോടെ ഫാർമസിയുടെ പ്രവർത്തനവും നിലച്ചു. വിവരമറിഞ്ഞ് പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ KV റംല ടീച്ചറുടെ നേതൃത്വത്തിൽ കൌൺസിലർമാരും പോലീസും രാഷ്ട്രീയ നേതാക്കളും ആശുപത്രിയിലെത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയും ജീവനക്കാർക്ക് പറ്റിയ അബദ്ധം തിരിച്ചറിയുകയും ചെയ്തു. മതിയായ ചികിത്സ ലഭ്യമാക്കാമെന്ന ഉറപ്പ് ആശുപത്രി അധികൃതർ സജീവിന് നൽകിയതോടെയാണ് രംഗം ശാന്തമായത്. വിളിച്ചുകൂടി നഗരസഭയിൽ ആൾക്കാരൊക്കെ വന്ന് അതിന്റെ കാര്യങ്ങൾ പരിഹാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എന്റെ ഇനി ഈ പ്രഷറിന്റെ എല്ലാ കാര്യങ്ങളും അനിൽകുമാർ സാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഫുൾ ട്രീറ്റ്മെന്റ് അവർ ചെയ്തുതരാം.
SDPIക്കെതിരെ ജനകീയ പ്രതിരോധമെന്ന പേരിൽ ജില്ലയിലെങ്ങും വിവിധ ദിവസങ്ങളിലായി BJP പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് P. സത്യപ്രകാശ്. ശ്യാമപ്രസാദ് വധക്കേസിൽ മുഴുവൻ പ്രതികളെയും പിടികൂടുക എന്നാവശ്യപ്പെട്ടാണ് BJP ഇത്തരമൊരു പരിപാടി നടത്തുന്നത് എന്നും സത്യപ്രകാശ് കണ്ണൂരിൽ പറഞ്ഞു. SDPI ഭീകരതയ്ക്കെതിരെ ജനകീയ പ്രതിരോധം, ശ്യാമപ്രസാദ് കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു പ്രക്ഷോഭത്തിന് BJP തുടക്കം കുറിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 26, 27, 28 തീയതികളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കും. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ യോഗങ്ങളിൽ സംബന്ധിക്കും. ജൂലൈ 31 ജില്ലാ ഭരണകേന്ദ്രത്തിലേക്ക്, കളക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കും. ആ മാർച്ച് BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ P. K. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. SDPIക്കെതിരെ ജനകീയ പ്രതിരോധം എന്ന പേരിൽ കണ്ണൂർ ജില്ലയിലെങ്ങും വിവിധ ദിവസങ്ങളിലായി BJP പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് P. സത്യപ്രകാശ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്യാമപ്രസാദ് വധക്കേസിൽ മുഴുവൻ പ്രതികളെയും പിടികൂടുക എന്നാവശ്യപ്പെട്ടാണ് BJP ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. പോലീസും സർക്കാരും തീവ്രവാദികളെ ഭയക്കുകയാണ്. ശ്യാമപ്രസാദ് കൊല്ലപ്പെട്ടിട്ട് 6 മാസം പിന്നിട്ടു. എന്നിട്ടും ഇതുവരെ ഗൂഢാലോചനയിൽപ്പെട്ടവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് ഈ മാസം 31 തീയതി കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് P. സത്യപ്രകാശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. AO രാമചന്ദ്രൻ, രതേഷ് PA എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുച്ചേരി സംസ്ഥാനത്തിന് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതായി മാഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ പുതുച്ചേരി സംസ്ഥാനത്തിന് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതായി മാഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ. ടൂർണമെന്റിൽ പങ്കെടുക്കാൻ മാഹിയിലെ ക്രിക്കറ്റ് താരങ്ങൾക്കും അവസരം ലഭിക്കുമെന്നും ഭാരവാഹികൾ മാഹിയിൽ അറിയിച്ചു. പുതുച്ചേരി സംസ്ഥാനത്തെ ക്രിക്കറ്റ് താരങ്ങൾക്ക് ആദ്യമായാണ് രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അർഹത ലഭിക്കുന്നത്. ക്രിക്കറ്റ് അസോസിയേഷൻ പോണ്ടിച്ചേരിക്ക് BCCI അംഗീകാരം ലഭിച്ചതോടെയാണ് ഈ അവസരം ലഭ്യമാകുന്നത്. BCCIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രഞ്ജി ട്രോഫി, ദിലീപ് ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, CK നായിഡു ട്രോഫി, അണ്ടർ-18 വിഭാഗത്തിൽ നടക്കുന്ന വിവിധ ടൂർണമെന്റുകളിലും പങ്കെടുക്കാൻ ഇതോടെ പുതുച്ചേരിയിലെ കളിക്കാർക്ക് അവസരം ലഭിക്കും. രഞ്ജി ട്രോഫി മത്സരത്തിൽ പങ്കെടുക്കുന്ന പുതുച്ചേരി സംസ്ഥാന ടീമിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി മാഹിയിൽ സെലക്ഷൻ ട്രയൽസ് നടക്കും. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 1 വരെ തലശ്ശേരി കോണർവെൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ട്രയൽസ് നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദേശീയ തലത്തിൽ നടക്കുന്ന സ്കൂൾ ഗെയിംസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളിൽ അണ്ടർ-16, അണ്ടർ-19 വിഭാഗങ്ങളിലൊക്കെ മത്സരിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാഹിയിൽ നിന്ന് നിരവധി കുട്ടികൾ അണ്ടർ-16, അണ്ടർ-19 വിഭാഗങ്ങളിൽ മത്സരിച്ചെങ്കിലും പിന്നീട് അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യം നിർഭാഗ്യവശാൽ നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ക്രിക്കറ്റിലേക്ക് വളർന്നു വരാനുള്ള അവസരം അവർക്ക് ലഭിക്കാതെ പോവുകയായിരുന്നു. മാഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളായ C. സജീന്ദ്രൻ, ഷാജി, C. ഷാജു, ഫിറോസ്, സദേശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കഴിഞ്ഞ 50 വർഷമായി സിനിമാ പ്രൊജക്ടർ ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയാണ് കൂത്തുപറമ്പ് ബേബി സിനിമാസിലെ P. K. ഗോവിന്ദൻ. ഷൈല ടാക്കീസ് ആരംഭിച്ച കാലഘട്ടം മുതൽ തിയേറ്റർ ജോലിക്കാരനായിരുന്ന ഇദ്ദേഹം ഇപ്പോഴും ജോലിയോടുള്ള ആത്മാർത്ഥത തെല്ലും കുറയാതെ കാത്തുസൂക്ഷിക്കുന്നു. താരമോ സിനിമയിലെ അണിയറ പ്രവർത്തകനോ ഒന്നുമല്ല. എന്നാൽ കഴിഞ്ഞ 50 വർഷമായി സിനിമയുടെ ഭാഗമാണ് ഗോവിന്ദൻ. കൂത്തുപറമ്പ് ഷൈല ടാക്കീസ് ആരംഭിക്കുമ്പോൾ ടിക്കറ്റ് ബോയിയായി ജോലിയിൽ പ്രവേശിച്ചു. 1.5 വർഷത്തിനുള്ളിൽ ടാക്കീസ് ഉടമയായ കൃഷ്ണൻ നമ്പ്യാരുടെ നിർബന്ധത്തെ തുടർന്ന് പ്രൊജക്ടർ റൂമിലേക്ക് മാറി. ചുരുങ്ങിയ കാലം കൊണ്ട് സിനിമാ പ്രൊജക്ഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും പഠിക്കുകയും ലൈസൻസ് നേടുകയും ചെയ്തു. MGR നായകനായ ഉലകൻ ചുറ്റും വാലിബൻ എന്ന ചിത്രമാണ് ഗോവിന്ദൻ ആദ്യമായി പ്രൊജക്ട് ചെയ്ത സിനിമ. തുടർന്നുള്ള 50 വർഷത്തിൽ നിരവധി താരങ്ങളെ വെള്ളിത്തിരയിലെത്തിക്കാൻ ഗോവിന്ദന് സാധിച്ചു. ആദ്യം ഗേറ്റ് മാനായിട്ട് വന്ന് 1.5 വർഷം ആകുമ്പോഴേക്ക് കേബിനിൽ പഠിക്കാനായിട്ട് ഓപ്പറേറ്റിംഗ് പഠിക്കാൻ പോയി. അവിടുന്ന് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ലൈസൻസ് എടുത്ത് ഇവിടെ തന്നെ
വർക്ക് ചെയ്തു. 50 വർഷത്തിനുള്ളിൽ നിരവധി പേർ ശിഷ്യരായി എത്തിയെങ്കിലും ഈ മേഖലയിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി മിക്കവരും തിരിച്ചുപോയി. പ്രൊജക്ടർ സംവിധാനങ്ങൾ മാറുന്നതിനനുസരിച്ച് പുതിയ ടെക്നിക്കുകൾ പഠിച്ചെടുത്ത് ഗോവിന്ദനും കാലത്തിനൊപ്പം സഞ്ചരിച്ചു. 2 വർഷം മുമ്പ് ഷൈല ടാക്കീസ് ബേബി സിനിമാസ് ഏറ്റെടുത്തതോടെ ഗോവിന്ദൻ ബേബി സിനിമാസിന്റെ ഭാഗമായി. UFO സംവിധാനം പഠിച്ച അദ്ദേഹം പ്രൊജക്ടർ ഓപ്പറേറ്ററായി തുടർന്നു. എന്നാൽ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ളതിനാൽ ഇന്ന് തിയേറ്ററിലെ ഏത് ജോലി ചെയ്യാനും ഇദ്ദേഹത്തിന് മടിയില്ല. നിസ്വാർത്ഥ സേവനം കണക്കിലെടുത്ത് ബേബി സിനിമാസ് കഴിഞ്ഞ ദിവസം ഗോവിന്ദനെ ആദരിച്ചിരുന്നു. അദ്ദേഹത്തിന് മെമന്റോ കൈമാറുന്നതിനായി ശ്രീ M. മോഹനൻ അവരുടെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഗോവിന്ദേട്ടനെ ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നു ശ്രീ വിനീത് ശ്രീനിവാസൻ. ശൈല തിയേറ്റർ തുടങ്ങുന്ന കാലം മുതൽ ഗോവിന്ദേട്ടൻ ഇവിടെ ജോലി ചെയ്യുകയായിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷം മുന്നേ ഞങ്ങളത് ഏറ്റെടുത്ത് ബേബി സിനിമാസായി മാറ്റിയപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ 50 വർഷമായി അദ്ദേഹം ഈ ഒരു ജോലിയിൽ തുടരുന്നത്, അദ്ദേഹം ആ ജോലിയുടെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം 50 വർഷം തുടർച്ചയായിട്ട് ഈ ജോലിയിൽ തന്നെ നിന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ 50 വർഷം ജോലി ചെയ്ത ഒരാളെ ഞങ്ങൾ ആദരിക്കുക എന്നത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനും അതിനുള്ള ആരോഗ്യവും ആയുസ്സും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഭാര്യ ശാന്ത, മക്കളായ വിഷ്ണു, വിപിൻ എന്നിവർ മികച്ച പിന്തുണയാണ് അദ്ദേഹത്തിന് നൽകുന്നത്. ആരോഗ്യമുള്ള കാലമത്രയും ഓപ്പറേറ്ററായി തുടരാനാണ് ഗോവിന്ദന്റെ ആഗ്രഹം. ഇടവേള. 31st ഇയർ ജ്വല്ലറി ഫെസ്റ്റിവൽ, 1 വർഷം നീണ്ടു നിൽക്കുന്ന സ്നേഹ സമ്മാന പദ്ധതി. നറുക്കെടുപ്പിലൂടെ ആഴ്ചതോറും സമ്മാനങ്ങൾ, മാസം തോറും സ്വർണ്ണ നാണയങ്ങൾ. മെഗാ ബമ്പർ സമ്മാനം മാരുതി സ്വിഫ്റ്റ് കാർ. മെഗാ ബമ്പർ നറുക്കെടുപ്പ് 2018 ഉത്രാടം നാളിൽ. അന്നും ഇന്നും എന്നും. അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എ ബോണ്ട് ഫോർ എവർ സിൻസ് 1986. What's next? The best. Checkmate. The perfect lock. Perfect. Yes, the perfect step. ജീവിതം പെർഫെക്റ്റ് ആവുന്നത് മികച്ച കരിയർ തിരഞ്ഞെടുക്കുമ്പോഴാണ്. നിങ്ങളുടെ ചുവടുവെപ്പുകൾക്ക് ഞങ്ങൾ നല്ല വഴിയൊരുക്കാം. 2 പതിറ്റാണ്ടിന്റെ അനുഭവങ്ങളുമായി ശ്രീ ശങ്കരാചാര്യ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന. ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും സേവനങ്ങളുമായി ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കിയ ഹോട്ടൽ നവരത്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോട്ടൽ നവരത്ന ഇൻ എ ലക്ഷറി ഹോട്ടൽ, ഗുഡ് ഷെഡ് റോഡ്, നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഇക്ര ഇസ്ലാമിക് വിമൻസ് കോളേജ്, പുത്തൂർ റോഡ്, പാനൂർ. +1, +2 ഹ്യൂമാനിറ്റീസ് ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഫ്സലുൽ ഉലമ പ്രിലിമിനറി ക്ലാസുകളിലേക്ക് യോഗ്യത SSLC, കൂടാതെ ടൈലറിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിംഗ്. ഭൗതിക പഠനത്തോടൊപ്പം മതപഠനവും നൽകുന്ന പാനൂരിലെ പ്രമുഖ സ്ഥാപനം. ഖുർആൻ പഠനത്തിന് മുൻഗണന. നിർബന്ധ ഖുർആൻ പഠനം. നിസ്കാര ഹാൾ, തികഞ്ഞ അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, വാഹന സൗകര്യം, ഡിജിറ്റൽ ക്ലാസ് മുറികൾ. വിശുദ്ധ ഖുർആൻ ഇഫ്ള് പഠനത്തിനും പ്രവേശനം തുടരുന്നു. പെൺകുട്ടികൾക്ക് ഇഫ്ള് പഠനം നൽകുന്ന ജില്ലയിലെ പ്രമുഖ സ്ഥാപനം ഇക്ര ഇസ്ലാമിക് വിമൻസ് കോളേജ്, പുത്തൂർ റോഡ്, പാനൂർ. ഫോൺ 04902311 040, മൊബൈൽ 9495393344. സെലക്ഷനിൽ വിപുലം, വിലക്കുറവിൽ വിസ്മയം. ഗൃഹോപകരണങ്ങളുടെ കലവറയുമായി ഫാഷൻസ്. ഓരോ വീട്ടുപകരണങ്ങളുടെയും നിരവധി ശ്രേണികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ എക്സ്ചേഞ്ച് ഓഫർ.
പ്രമുഖ കമ്പനികളുടെ ക്രോക്കറി ഐറ്റംസ്, പ്രഷർ കുക്കറുകൾ, ഗ്ലാസ് ഐറ്റംസ്, മിക്സികൾ, ഗ്രൈൻഡർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്കറുകൾ, കാസ്ട്രോൾ, ഫ്ലാസ്കുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ടോയ്സുകൾ, സൈക്കിളുകൾ, സ്പോർട്സ് ഐറ്റംസ്, ബേബി കാറുകൾ, ഫ്ലവേഴ്സ്, പ്ലാസ്റ്റിക് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫാഷൻസ്. ഇനി നിങ്ങളുടെ വീടൊരുക്കാം ഫാഷൻസിലൂടെ. വിസിറ്റ് അവർ ഷോപ്പ്, ഫീൽ ദി ഡിഫറൻസ്. ഫാഷൻസ് നിയർ ഓൾഡ് പോലീസ് സ്റ്റേഷൻ, തലശ്ശേരി. ഫാഷൻ വേൾഡ്, നാരങ്ങാപ്പുറം, തലശ്ശേരി. ഫാഷൻ സോൺ, മല്ലേഴ്സ് കോമ്പൗണ്ട്, നിയർ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ, തലശ്ശേരി. കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ സുനിതയിൽ NRI ഫെസ്റ്റിനോടനുബന്ധിച്ച് തകർപ്പൻ ഓഫറുകൾ. 9 നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ഫർണിച്ചറുകൾക്ക് 10% മുതൽ 50% വരെ ഡിസ്കൗണ്ട്. 30,000 രൂപ മുതൽ ബെഡ്റൂം സെറ്റുകൾ, കൂടാതെ എല്ലാ സോഫകൾക്കും 20% ഡിസ്കൗണ്ടും. 6ാം നിലയിൽ പ്രത്യേകം സജ്ജമാക്കിയ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സെക്ഷൻ. ആധുനിക അടുക്കള ഇനി നിങ്ങൾക്കും സ്വന്തം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താമക്കര, കണ്ണൂർ. അലീസ് ഫാമിലി റെസ്റ്റോറന്റ്, പാറാൽ ജുമാ മസ്ജിദിന് സമീപം, പള്ളൂർ. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ, എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യം. 2 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ അലീസ് ഫാമിലി റെസ്റ്റോറന്റ്, പാറാൽ ജുമാ മസ്ജിദിന് സമീപം, പള്ളൂർ. ഊഷ്മളതയാർന്ന രാജകീയ ആതിഥേയത്വം, നിങ്ങളുടെ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം, തനിമയോടെ തയ്യാറാക്കപ്പെടുന്ന വിഭവങ്ങൾ, രുചിയുടെ പുത്തൻ കലവറ. അലീസ് ഫാമിലി റെസ്റ്റോറന്റ്, പാറാൽ ജുമാ മസ്ജിദിന് സമീപം, പള്ളൂർ. വാർത്തകൾ തുടരുന്നു. വൈസ്മൻ ഇന്റർനാഷണൽ തലശ്ശേരി സിറ്റി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം 27-ന് വൈകിട്ട് തലശ്ശേരി IMA ഹാളിൽ നടക്കും. ജില്ലാ സെഷൻസ് ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം ചെയ്യും. വൈസ്മൻ സിറ്റിയുടെ പ്രഥമ വൈസ്രത്ന പുരസ്കാരം മനോരമ ന്യൂസിലെ അഭിലാഷ് P. ജോണിന് നൽകുമെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ അറിയിച്ചു. വൈസ്മൻ ഇന്റർനാഷണൽ തലശ്ശേരി സിറ്റി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണമാണ് 27-ന് വൈകിട്ട് 7-ന് തലശ്ശേരി IMA ഹാളിൽ നടക്കുക. ജില്ലാ സെഷൻസ് ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം ചെയ്യും. പുതിയ പ്രസിഡന്റായി ഉസീബ് ഉമ്മലും സെക്രട്ടറിയായി രഞ്ജിത്ത് രാഘവനും സ്ഥാനമേൽക്കും. ചലച്ചിത്ര സംവിധായകൻ M. മോഹനനെ ചടങ്ങിൽ ആദരിക്കും. വൈസ്മൻ തലശ്ശേരി സിറ്റിയുടെ പ്രഥമ വൈസ്രത്ന പുരസ്കാരം മനോരമ ന്യൂസിലെ അഭിലാഷ് P. ജോണിന് നൽകും. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വൈസ്മൻ തലശ്ശേരി സിറ്റിയുടെ പ്രഥമ വൈസ്രത്ന പുരസ്കാരം ഇത്തവണ പത്ര-മാധ്യമ പ്രവർത്തനത്തിലാണ്. മനോരമ ന്യൂസ് ശ്രീ അഭിലാഷ് P. ജോണിനാണ് വൈസ്രത്ന അവാർഡ് നൽകുന്നത്. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. വാർത്താ സമ്മേളനത്തിൽ ഉസീബ് ഉമ്മലിൽ, രഞ്ജിത്ത് രാഘവൻ, V. വിനയൻ, K. സിനീഷ്, K. പ്രദീപൻ എന്നിവർ പങ്കെടുത്തു. PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധിയിൽ വിധവകൾക്ക് 5 വർഷം ഇളവ് ലഭിക്കും. വ്യക്തികളുടെയും വിധവകളുടെയും അപേക്ഷകൾ പരിഗണിച്ചാണ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 36 വയസ്സാണ് പൊതുവിഭാഗത്തിന് PSC പരീക്ഷ എഴുതാനുള്ള ഉയർന്ന പ്രായപരിധി. പുതിയ ഗസറ്റ് വിജ്ഞാപനം അനുസരിച്ച് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിധവകൾക്ക് ഇനി 41 വയസ്സ് വരെ അപേക്ഷിക്കാം. നിലവിൽ 39 വയസ്സ് ഉയർന്ന പ്രായപരിധിയുള്ള OBC, ഈഴവ, മുസ്ലിം ഉൾപ്പെടെ വിഭാഗത്തിലെ വിധവകൾക്ക് 44 വയസ്സ് വരെയും 41 വയസ്സ് ഉയർന്ന പ്രായപരിധിയുള്ള പട്ടിക വിഭാഗത്തിലെ വിധവകൾക്ക് 46 വയസ്സ് വരെയും അപേക്ഷിക്കാം. അതേസമയം പൊതുവിഭാഗത്തിന് ഉയർന്ന പ്രായപരിധി 40 വയസ്സായി നിജപ്പെടുത്തിയ അധ്യാപക തസ്തികയിൽ പട്ടിക വിഭാഗത്തിന് ഇനി 50 വയസ്സ് വരെയും OBC വിഭാഗത്തിന് 48 വയസ്സ് വരെയും അപേക്ഷിക്കാം. എന്നാൽ എല്ലാ വിഭാഗങ്ങളിലെയും വിധവകൾക്ക് അപേക്ഷിക്കാനുള്ള പരമാവധി പ്രായപരിധി 50ആയും നിജപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തികളുടെയും വിധവകളുടെയും വിവിധ സംഘടനകളുടെയും അപേക്ഷകൾ പരിഗണിച്ചാണ് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് വരുത്തി സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. വിഷയത്തിൽ സർക്കാർ PSCയുടെ നിലപാട് തേടുകയും PSC അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തതോടെയാണ് നിയമ ഭേദഗതി നടത്തിയത്. പാനൂരിനടുത്ത കൂരാറ ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലൂണാർ ഷോയും ഇംഗ്ലീഷ് ഫെസ്റ്റും വേറിട്ട കാഴ്ചയായി. ജനപ്രതിനിധികളുടെയും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് വിദ്യാർത്ഥികൾ ലൂണാർ ഷോ അവതരിപ്പിച്ചത്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കൂരാറ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ ലൂണാർ ഷോ ഒരുക്കിയത്. 3-4 ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്തായിരുന്നു അവതരണം. ലൂണാർ ഷോയിലൂടെ വിദ്യാർത്ഥികൾ ചന്ദ്രനിൽ കാലുകുത്തിയത് പ്രതീകാത്മകമായി അവതരിപ്പിച്ചു. ചോദ്യ ഉത്തരങ്ങളിലൂടെ അനുഭവ വിവരണം നടത്തുകയും ചെയ്തു. താങ്കൾ എങ്ങനെയാണ് ചന്ദ്രനിൽ നടന്നത്? അത് വലിയ രസമുള്ള നടത്തമായിരുന്നു. അതെങ്ങനെയാണ്? അത് ഞാൻ കാണിച്ചു തരാം.
വിദ്യാഭ്യാസ വകുപ്പ് പ്രൈമറി വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന ഹലോ ഇംഗ്ലീഷ് പദ്ധതിയുടെ ഭാഗമായാണ് ഇംഗ്ലീഷ് ഫെസ്റ്റും സംഘടിപ്പിച്ചത്. കുട്ടികൾ തന്നെ ഉദ്ഘാടനവും ആശംസയും സ്വാഗതവും നന്ദിയുമെല്ലാം ഇംഗ്ലീഷിൽ പറഞ്ഞായിരുന്നു പരിപാടി അവതരിപ്പിച്ചത്. മുഖേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി വിമല, വൈസ് പ്രസിഡന്റ് പി വത്സൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ഷൈനി, പാനൂർ AO സി കെ സുനിൽകുമാർ, മുൻ പ്രധാനാധ്യാപകൻ NP ശശികുമാർ, PTA പ്രസിഡന്റ് പി ഉസ്മാൻ, മദർ PTA പ്രസിഡന്റ് സി വീണ തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി നഗരത്തിലെ റോഡുകളിലൂടെയുള്ള യാത്ര പ്രദാനം ചെയ്യുക പുതിയൊരു അനുഭവമാകും. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പരാതികൾ ഒന്നിനു പിറകെ ഒന്നായി അധികൃതർക്ക് മുന്നിലെത്തുകയാണ്. ഇനി വേണ്ടത് നടപടികൾ. തലശ്ശേരി നഗരത്തിലെത്തുന്നവരെ വരവേൽക്കുന്നത് വിസ്മയ യാത്രയാണ്. യാത്ര സൃഷ്ടിക്കുന്നത് റോഡുകളാണെന്ന് മാത്രം. വാഹനയാത്രികരെയും കാൽനടയാത്രികരെയും മാത്രമല്ല, തൊട്ടടുത്തുള്ള കടകളിലെ ജീവനക്കാർക്ക് പോലും ഭീതിയോടെയാണ് ദിനംപ്രതി തള്ളി നീക്കുന്നത്. തലശ്ശേരിയിലെ OV റോഡ്, സദാനന്ദ പൈ റോഡ്, പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗം തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ റോഡിന്റെ അവസ്ഥ അത്യന്തം ശോചനീയമാണ്. കാലവർഷത്തോടെ ദുസ്സഹമാണ് ഈ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്ര. ഗതാഗത തടസ്സമാണ് ഏറെ പ്രയാസകരം. സമയമേറെ ഉണ്ടായിട്ടും കാലവർഷം എത്തുമ്പോഴാണ് അധികൃതർക്ക് റോഡ് പണിക്കുള്ള ഉൾവിളി ഉണ്ടാകുന്നത്. പിന്നീട് യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് പണി തുടങ്ങുമ്പോഴേക്കും മഴ പെയ്യും. അതോടെ റോഡ് പണിയും അവസാനിക്കും. വീണ്ടും ദുരിതയാത്ര തന്നെ മിച്ചം. തലശ്ശേരി ലോഗൻസ് റോഡിലെയും നാരങ്ങാപ്പുറം റോഡിന്റെയും ഇന്റർലോക്ക് ചെയ്തതും ഏറെ പരാതികൾ സൃഷ്ടിക്കുകയാണ്. മഴ പെയ്താൽ അടുത്തുള്ള കടകളിലേക്കാണ് വെള്ളം കയറുന്നത്. ഫുട്പാത്തിനിടയിലൂടെ വെള്ളമൊഴുകി പോകേണ്ടുന്നതിന് പകരമാണ് ഷെമി ഹോസ്പിറ്റലിലും പരിസരങ്ങളിലും മറ്റ് സ്ഥാപനങ്ങൾക്കുള്ളിലും വെള്ളം കയറുന്നത് പതിവാകുന്നത്. അശാസ്ത്രീയമായ ഇന്റർലോക്കിംഗ് പ്രവൃത്തിയാണ് ഇവിടെ നടത്തിയതെന്ന് ആരോപണവും ശക്തം. അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്നും കല്ലുകൾ തെറിച്ച് പരിക്കു പറ്റുന്നതും തലശ്ശേരിയിൽ നിത്യസംഭവമാണ്. പലരും റോഡിന്റെ ശോചനീയാവസ്ഥ ക്കെതിരെ നിരവധി പ്രതിഷേധങ്ങളും നിവേദനങ്ങളും സമർപ്പിച്ചെങ്കിലും അധികൃതർ മൌനം തുടരുന്നു. മഴയ്ക്ക് മുൻപേ പൊതുമരാമത്ത് പ്രവൃത്തി നടന്നില്ല. ഇനി മഴ തോർന്നാലെങ്കിലും എത്രയും പെട്ടെന്ന് നല്ല യാത്ര പ്രദാനം ചെയ്യാൻ അധികൃതർ വേണ്ട നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നതാണ് ഇനിയുള്ള ആവശ്യം. കണ്ണൂർ വിമാനത്താവളത്തിൽ CPM നേതാക്കളും CPM-കാരായ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് INTUC-യുടെ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണെന്ന് എയർപോർട്ട് ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് INTUC ആരോപിച്ചു. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയും ഇന്ന് നടപ്പിലാക്കുന്നില്ലെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എയർപോർട്ടിന്റെ എല്ലാ മേഖലയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് എയർപോർട്ടിന്റെ വികസന സാധ്യതകൾ മുരടിപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ തൊഴിലാളികളെയെങ്കിലും അവരവരുടെ യോഗ്യതകൾക്കനുസരിച്ച് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ ഒരു നടപടിയും കിയാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. എയർപോർട്ടിനകത്ത് നിലവിൽ INTUC-യും CITU-വും BMS-ഉം പ്രവർത്തിച്ചു വരുന്നുണ്ട്. INTUC-യുടെ ജനറൽ സെക്രട്ടറിയായ B ആനന്ദ് ബാബുവിന് യാതൊരു കാരണവുമില്ലാതെ ജോലിയിൽ നിന്ന് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എയർപോർട്ട് അതോറിറ്റി ആ വിഷയവുമായി ബന്ധപ്പെട്ട് മൗനത്തിലാണ്. ഒരു ഭാഗത്ത് മൗനം പാലിക്കുകയും മറുഭാഗത്ത് അവിടെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരണം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് യഥാർത്ഥത്തിൽ കണ്ണൂർ എയർപോർട്ടിൽ നമ്മളെല്ലാം കാണുകയാണ്. എങ്ങനെയാ രാഷ്ട്രീയവൽക്കരിക്കുന്നത്? അവിടെ ഇപ്പൊ ജോലിക്ക് ആടെ എടുത്തിരിക്കുന്നതെല്ലാം CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാരുടെ മക്കളെയാണ്. അകാരണമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ B ആനന്ദബാബുവിനെ തുടർന്ന് ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് INTUC സമരം പ്രഖ്യാപിക്കുകയാണ്. 30-ാം തീയതി മട്ടന്നൂരിൽ വിശദീകരണ പൊതുയോഗവും 31-ന് എയർപോർട്ടിലേക്ക് ഉപരോധ ബഹുജന മാർച്ചും നടത്തും. ആനന്ദബാബുവിനെതിരെ എയർപോർട്ട് അധികാരികൾ എടുത്ത നടപടി പിൻവലിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും INTUC നേതാക്കൾ പറഞ്ഞു. K സുരേന്ദ്രൻ, മുസ്തഫ, VV ശശീന്ദ്രൻ, മറ്റു ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുന്നൂർ കുറിച്ചിയിൽ ഉസൻമൊട്ട അൽമനാറിൽ കുഴിച്ചാലിൽ പൊന്നമ്പത്ത് അബ്ദുറഹിമാൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും പുന്നൂർ സർവീസ് സെന്ററിന്റെ സാരഥിയുമായിരുന്നു. ന്യൂമാഹി പഞ്ചായത്ത് മുസ്ലിം ലീഗ് മുൻ ഭാരവാഹിയും പുന്നൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടറുമാണ്. പെട്ടിപ്പാലം മാലിന്യവിരുദ്ധ സമരത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചിരുന്നു. പരേതനായ തങ്ങളകത്ത് മേക്കര വീട്ടിൽ അബൂബക്കറിന്റെ മകനാണ്. KP സുബൈദയാണ് ഭാര്യ. ആബിദ താഹ, ഫസൽ റഹ്മാൻ, മുഹമ്മദ്, സൽമാൻ ഫാരിസ് എന്നിവർ മക്കളാണ്. താഹ, സൗദ, ഹുസ്ന,
സുംബോലത്ത് എന്നിവർ മരുമക്കളാണ്. KP സഫിയ, KP ഐസു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പരേതനായ KP അബ്ദുൽ സമദ് എന്നിവർ സഹോദരങ്ങളാണ്. ഒരു ഇടവേള കൂടി. ക്രൈസ്റ്റ് കോളേജ് തലശ്ശേരി സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് 37 വർഷത്തെ സേവന പാരമ്പര്യമുള്ള തലശ്ശേരിയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം ക്രൈസ്റ്റ് കോളേജ്. +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, BA ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം. BCom വിത്ത് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ. BCom വിത്ത് കോഓപ്പറേഷൻ. BSc മാത്തമാറ്റിക്സ്, BBA, BCA, MA, MSc, MCom. വിപുലമായ സയൻസ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി റെഫറൻസ് സൗകര്യങ്ങൾ, തികഞ്ഞ അച്ചടക്കം, തുടർച്ചയായ റാങ്കുകൾ, കലാകായിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യം. ക്രൈസ്റ്റ് കോളേജ് തലശ്ശേരി ഒരു എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി സ്ഥാപനം. ചരിത്രമുറങ്ങുന്ന തലശ്ശേരിയുടെ മടുത്തങ്ങളിൽ വിലക്കുറവിലും വിശ്വസ്തതയിലും ജനപ്രസിദ്ധിയാർജിച്ച ശ്രീദേവി ടെക്സ്റ്റൈൽസിൽ പുതുപുത്തൻ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. ശ്രീദേവി ടെക്സ്റ്റൈൽസ് നിങ്ങളുടെ ധന്യമുഹൂർത്തങ്ങൾക്ക് നിറച്ചാർത്തേകാൻ വർണ്ണവസ്ത്രങ്ങളുടെ ശ്രേണിയുമായി കല്യാണ പെണ്ണിന്റെ മനം കവരുന്ന വെഡിംഗ് സാരികളുടെ പുതുപുത്തൻ മോഡലുകൾ. MCM ലൈഫ് സ്റ്റൈൽ ചുരിദാർ സെറ്റ്, ശ്രീ ഗണേഷ് ബോയിൽ സാരി, വെഡിംഗ് സാരി, സിൽക്ക് സാരി, കോട്ടൺ സാരി, ഫാൻസി സാരി, കസവ് സാരി തുടങ്ങിയ വസ്ത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ വിൽക്കപ്പെടുന്ന തലശ്ശേരിയുടെ സ്വന്തം വസ്ത്രാലയം. ഒപ്പം ലേഡീസ് ടൈലറിംഗും. ശ്രീദേവി ടെക്സ്റ്റൈൽസ്, ടെക്സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർ, ഫയാദ് കോംപ്ലക്സ്, OB റോഡ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. ചിംഗ്ലി സെറാമിക്സ് ഗ്രൂപ്പിന്റെ 7ാമത് ഷോറൂം പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിരുചികളും യഥാസമയം നിറവേറ്റാൻ ഉതകുന്ന ഫ്ലോറിംഗ്, വാൾ, സാനിറ്ററി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വിൽപ്പന ശൃംഖല. എല്ലാവിധ ഗുണനിലവാരത്തിലുമുള്ള വിറ്റിഫൈഡ് സെറാമിക്, ഫ്ലോർ ആൻഡ് വാൾ ടൈൽസും ചിംഗ്ലിയിൽ മാത്രം ലഭ്യം. RK സെലക്ട് ഷോറൂം. വൈവിധ്യമാർന്ന സെലക്ഷനുകൾ, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം. നിങ്ങളുടെ സൈറ്റിൽ തികച്ചും സൗജന്യമായി ഡെലിവറി ചെയ്യും. ചിംഗ്ലി സെറാമിക്സ്, ATT മാൾ, ഓപ്പോസിറ്റ് പാനൂർ വെസ്റ്റ് UP സ്കൂൾ, തലശ്ശേരി റോഡ്, പാനൂർ. ഫോൺ 04902 314 673 7594 888662. ഞാൻ എവിടുന്ന് വാങ്ങിയതാണെന്ന് അറിയണം, അല്ലാതെ ഹൗസ് വാമിങ്ങിന് ക്ഷണിക്കാനല്ല. ക്ഷണിക്കാം, ടൈമുണ്ടല്ലോ. നീ പറയ്, ഞങ്ങൾ ഓൺ ദ വേയാ. അവിടെ നല്ല ബ്രാൻഡുകൾ, കൂടുതൽ സെലക്ഷൻ, കൂടുതൽ ഡിസ്കൗണ്ട്, നല്ല ആഫ്റ്റർ സെയിൽ സർവീസ്. ഞാൻ എന്തായാലും നല്ല കംഫർട്ടാ. അവിടെ എവിടെ? ഈ പ്ലാനറ്റ്. ഒരു സർപ്രൈസ്, ഞങ്ങൾ അവിടെ തന്നെ എത്തി. എന്റെ സുധിയുടെ ചോയ്സ്. റിയലി? എടി, നീ പറഞ്ഞ ശരിയാ. ഈ പ്ലാനറ്റ് ദ ഇലക്ട്രോണിക് സ്റ്റോർ, തലശ്ശേരി, പള്ളൂർ, ഇരിട്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി ആൻഡ് സുൽത്താൻ ബത്തേരി. ശശീന്ദ്ര ജ്വല്ലറി പാനൂർ. 50 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാനൂർ ജംഗ്ഷനിലെ ശശീന്ദ്ര ജ്വല്ലറി കാലത്തിനൊത്ത മാറ്റങ്ങളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരം. BIS 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണം സ്വന്തമാക്കാനുള്ള ലഘു നിക്ഷേപ പദ്ധതികളും ആരംഭിച്ചിരിക്കുന്നു. ശശീന്ദ്ര ജ്വല്ലറി പാനൂർ. ഫോൺ 04902311 GCC അസോസിയേറ്റ്സ്, കടവത്തൂർ റോഡ്, കല്ലിക്കണ്ടി. ഫോൺ 04902462 പരിഷ്കാരത്തിനും പരിവർത്തനത്തിനും വിധേയമാകുന്ന കാലഘട്ടങ്ങൾക്ക് അനുയോജ്യമായ പ്രമുഖ കമ്പനികളുടെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, പെയിന്റ് ഉൽപ്പന്നങ്ങൾ ഇവയുടെ വിപുലമായ ശേഖരം. GCC അസോസിയേറ്റ്സ് മാറിവരുന്ന ഗാർഹിക സങ്കല്പങ്ങൾക്ക് പുതുമയുടെ മിഴിവേകുവാൻ അതിനൂതന മോഡലുകളിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, പെയിന്റ് ഉൽപ്പന്നങ്ങൾക്ക് തലശ്ശേരി മേഖലയിലെ അതിവിശാലമായ ഷോറൂം. GCC അസോസിയേറ്റ്സ്, കടവത്തൂർ റോഡ്, കല്ലിക്കണ്ടി.
ഹോം അപ്ലയൻസസ് ഹോൾസെയിൽ വിപണന രംഗത്ത് 25 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തിന്റെ തിലക്കത്തിൽ വിലക്കുറവിന്റെ വിസ്മയവുമായി യൂണിറ്റി സ്റ്റീൽസിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് സ്വാഗതം. പ്രമുഖ കമ്പനികളുടെ LED TV, ഹോം തിയേറ്റർ, മിക്സി, കുക്കർ, ഗ്യാസ് സ്റ്റൗ, അയൺ ബോക്സ്, പ്ലാസ്റ്റിക്, ക്രോക്കറി, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. യൂണിറ്റി സ്റ്റീൽസ്. യഥാർത്ഥ ഹോൾസെയിൽ വിലയിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ യൂണിറ്റി സ്റ്റീൽസ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. ഹൗസ് വാമിംഗ് പാർട്ടികൾക്ക് മെട്രോ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ്. മെട്രോ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ് തലശ്ശേരി ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം. ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് 10 വർഷത്തെ സേവന പാരമ്പര്യം. ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ പരിശീലനത്തിന് പുറമെ മികവാർന്ന സാങ്കേതിക വിദ്യയോടെ പഠനം. തിയറി ക്ലാസുകൾ. വനിതകൾക്ക് വനിതാ പരിശീലകർ പരിശീലനം നൽകുന്നു. മെട്രോ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ് വാഹന സംബന്ധമായ എല്ലാവിധ ഹർജികളും തയ്യാർ ചെയ്തു കൊടുക്കുന്നു. മെട്രോ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ്, പിലാക്കണ്ടി പ്ലാസ. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരി നഗരമധ്യത്തിലെ തീപിടുത്തം. വ്യാപാര സ്ഥാപനത്തിന് 5 ലക്ഷം രൂപയുടെ നഷ്ടം. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ചും അന്വേഷണം. പാനൂർ ആശുപത്രിയിൽ നിന്നും രോഗിയായ യുവാവിന് മരുന്ന് മാറി നൽകിയതായി പരാതി. പ്രമേഹ രോഗത്തിന് നൽകിയ മരുന്ന് മാറിയതായാണ് പരാതി. തലശ്ശേരി നഗരമധ്യത്തിൽ തണൽമരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടിവീണ് കട തകർന്നു. ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. SDPIക്കെതിരെ ജനകീയ പ്രതിഷേധം തീർക്കാൻ BJP. 31-ന് കലക്ട്രേറ്റിലേക്ക് മാർച്ച്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.